ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് എ പ്ലാറ്റിനം വയർ has a resistance of 10 ohm at 0 degree Celsius and 20 ohm at 273 degree Celsius. Find temperature coefficient of resistance. Find temperature coefficient of resistance. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്ലാറ്റിനം വയർ എന്നുണ്ട് അല്ലേ, അതിന്റെ റെസിസ്റ്റൻസ് 10 ഓം ആണ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ R0 തന്നിട്ടുണ്ട് 10 ഓം, ശരിയല്ലേ? കാരണം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഒറിജിനൽ ആയിട്ട് എടുക്കാറ്. അപ്പോൾ R0 തന്നിട്ടുണ്ട് 10 ഓം. അതേപോലെ തന്നെ T270, അപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ട് എത്രയാണ്? 273 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പോൾ ആ സമയത്തുള്ള ടെമ്പറേച്ചർ, അപ്പോൾ RT തന്നിട്ടുണ്ട് എത്രയാണ്? 20 ഓം എന്നുണ്ട്. ക്ലിയർ? ഇത് ഈ സമയത്ത് എത്രയാണ് ടെമ്പറേച്ചർ? 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഒറിജിനൽ തന്നിട്ടുണ്ട് 10 ഓം. പിന്നെ 273 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ആണ് 20 ഓം. അതും തന്നിട്ടുണ്ട്. നമുക്ക് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ആരെ കണ്ടുപിടിക്കേണ്ടത്? ആൽഫ. അപ്പോൾ ഏത് ഫോമിൽ ഉപയോഗിക്കാം? RT is equal to അല്ലേ, ഈ ഫോമിൽ നമ്മൾ സാധനം എന്താ എടുക്കാറ്? RT is equal to R0 into 1 plus alpha t അല്ലെങ്കിൽ ഡെൽറ്റ ടി. കാരണം 0 വരുന്ന കാരണം കുറച്ച് കഴിഞ്ഞാൽ 273 തന്നെയാണ് കിട്ടുക. പിന്നെ ഡെൽറ്റ ടി ആയ കാരണം കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടെമ്പറേച്ചറിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് ശരിക്കും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലേ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സെൽഷ്യസിലും കെൽവിലും ഒക്കെ സെയിം ആണ്. അപ്പോൾ RTയുടെ വാല്യൂ നമുക്ക് എത്രയാണ്? 20 ഈക്വൽ ടു R0 നമുക്ക് തന്നിട്ടുണ്ട് 10 ഇൻറ്റു 1 പ്ലസ് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 273 വരും. ശരിയല്ലേ? അപ്പോൾ ഈ 10 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2 ഈക്വൽ ടു 1 പ്ലസ് 273 ആൽഫ വരും. അപ്പോൾ ഈ 1നെ ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1 ഈക്വൽ ടു 2 മൈനസ് 1 ആവില്ലേ? 273 ആൽഫ കിട്ടും. ആൽഫയാണ് കണ്ടു. ആൽഫ 1/273 ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എത്ര കിട്ടിയത്? 1/273. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ് അറ്റ് 150 degree Celsius is 133 ohm. 150 degree Celsius is 133 ohm. What will be its resistance? What will be its resistance at 500 degree Celsius? പിന്നെ ആൽഫയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.0045 ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻ. ഇത് ഒറിജിനലൊന്നും തന്നിട്ടില്ല അല്ലേ? കാരണം നമുക്ക് തന്നിട്ട് എത്രയാണ്? T1 ആവുന്ന സമയത്ത് T1 150 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R1 എത്രയാണ്? 133 ഓം. അതേപോലെ തന്നെ നമുക്ക് T2 തന്നിട്ടുണ്ട്. എത്രയാണ്? T2 തന്നിട്ടുണ്ട് 500 ഡിഗ്രി സെൽഷ്യസ്. ആ സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന് ഒറിജിനൽ വെച്ച് നമ്മളൊരു ഫോമുല എഴുതിയിട്ടുണ്ട്. പിന്നെ ആൽഫയ്ക്ക് നമ്മളൊരു ഫോമുല എഴുതിയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? ആൽഫ ഇസ് ഈക്വൽ ടു R2, 2 ടെമ്പറേച്ചർ ലിമിറ്റിൽ R2 മൈനസ് R1 ഡിവൈഡിങ് ബൈ R1 T2 മൈനസ് R2 T1. R1 T2 മൈനസ് R2 T1. ആൽഫയുടെ വാല്യൂ എത്രയാണ്? 0.0045 ഈക്വൽ ടു
R2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R2 മൈനസ് R1 എത്രയാണ്? 133 ഡിവൈഡിങ് ബൈ R1 എത്രയാണ്? 133 ഇൻറ്റു എത്രയാണ് T2? T2യുടെ വാല്യൂ 500 മൈനസ് R2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R2 ഇൻറ്റു T1ൻ്റെ വാല്യൂ എത്രയാണ്? 150 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ഈ സാധനത്തിന് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണം. അപ്പോൾ എന്താ സംഭവിക്കുക? 0.0045 ഇൻറ്റു 500 ഇൻറ്റു 133 ഈക്വൽ ടു 299.25 മൈനസ് എന്ത് വരുന്നുണ്ട്? 0.0045 ഇൻറ്റു 150 0.675. ഇവിടെ ഒരു R2 ഉണ്ട്. R2 ഈക്വൽ ടു, കാരണം ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വൽ ടു എന്ത് വരും? R2 മൈനസ് 133 വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ R2ൻ്റെ ടേമിനേക്ക് ഒരു സൈഡിലേക്ക് ഉണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം? 299.25 മൈനസ് 130 അങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് 133 വരും. ശരിയല്ലേ? പിന്നെ ഓൾറെഡി ഇവിടെ R2 ഉണ്ട്. R2 ഈ മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. R2 പ്ലസ് 0.675 R2. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ 299.25 പ്ലസ് 133 ഈക്വൽ ടു 432.25 ഈക്വൽ ടു ഇത് എത്ര കിട്ടും? 1.675 R2 വരില്ലേ? കാരണം R2 എന്നാൽ 1R2, 1.675 R2. അപ്പോൾ R2 ആണ് എന്ത് ചെയ്താൽ മതി? 432.25 ഡിവൈഡിങ് ബൈ 1.675 അല്ലേ? അപ്പോൾ 432.25 ഡിവൈഡിങ് ബൈ 1.675. അപ്പോൾ ആൻസർ 258 ഓം ആണ് വരുന്നത്. 258 ഓം. അപ്പോൾ R2 എത്ര വരിക? 258 ഓം വരും. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ട് ഒരു റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു R1 ഉണ്ട്, R2, R3, R4, R5 അല്ലേ? 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആണ്. R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 ഈക്വൽ ടു R4 ഇസിക്കൽ R5 ഇസിക്കൽ 2 ഓം. ശരിയല്ലേ? കാൽക്കുലേറ്റ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. അപ്പോൾ എൻ്റെയും ഇൻ്റെയും ഇടയ്ക്കുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് സോൾവ് ചെയ്തിട്ട് ഇവിടുന്ന് സോൾവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തണം. നമ്മൾ ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ഈ എൻ്റെയും ഇൻ്റെയും ഇടയ്ക്ക് നിങ്ങൾ കാണാൻ പറഞ്ഞാൽ ആ എൻ്റെയും ഇൻ്റെയും ഇടയ്ക്ക് ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ നിന്ന് സോൾവ് ചെയ്തത് എൻ്റെയും ഇൻ്റെയും അടുത്തേക്ക് എത്തണം. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഈ R2, R4 ഇവരെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് ഇപ്പം നിങ്ങൾ ഈ
എ ബി. ഇപ്പം നമ്മൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് വിചാരിച്ചാൽ മതി, ഇങ്ങനെ ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ഒരു ബാറ്ററി ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ മതി. കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കറണ്ട് പോയി ഇവിടെ എത്തി. അപ്പം ഇതിലൂടെ ഒരു കറണ്ടും അതേ കറണ്ട് തന്നെ ഇതിലൂടെയും പോവാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ബാറ്ററി കൊടുക്കുന്ന കറണ്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തി. കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, പക്ഷെ കുറച്ച് കറണ്ട് മുകളിലോട്ട് പോലെ. ഇനി ഇതിലൂടെ പോകുന്ന അതേ കറണ്ടിനല്ലേ ഇതിലൂടെയും പോവാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ R2 R3 കണക്ട് ചെയ്തിട്ടില്ല എങ്ങനെയാണ്? കാരണം R2യിലൂടെയും R3യിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, ശരിയല്ലേ? കാരണം ഇങ്ങനെ പോകുന്ന കറണ്ട് തന്നെയാണ് ഇങ്ങനെ തന്നെ വരും. അപ്പോൾ കറണ്ട് സെയിം ആയാൽ അങ്ങനെ നമ്മൾ നോക്കുക. കറണ്ട് സെയിം ആണെങ്കിൽ സീരീസ് കണക്ഷൻ, കറണ്ട് ഡിഫറെൻ്റ് ആയാൽ പാരലൽ കണക്ഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് കറണ്ട് എത്തി, ഇങ്ങനെ ഇവിടെ എത്തി കറണ്ട് കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോയി, കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോയി. പക്ഷേ ഇതിലൂടെ പോകുന്ന അതേ കറണ്ട് അല്ല ഇതിലൂടെയും പോവുക. അപ്പോൾ R2 R3 എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? R2 R3 കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആണ്, ശരിയാണോ? അപ്പോൾ അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. രണ്ടിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 + 2 എത്ര കിട്ടി? 4 ഓം കിട്ടി. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ഭാഗം സോൾവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? മുകളിലത്തെ ഭാഗം ഇവരെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇവർ രണ്ടാളും കൂടി ചേർന്നിട്ട് ഒറ്റ റെസിസ്റ്റൻസ് ആയി മാറി. ആ റെസിസ്റ്റൻസ് എത്ര കിട്ടി? 4 ഓം കിട്ടി. മനസ്സിലായിട്ടുണ്ടോ? ഇനി നിങ്ങൾ ചിത്രം നോക്കും. അപ്പോൾ ചിത്രം എങ്ങനെ ഉണ്ടാവുള്ളൂ? ഇനി ഈ 4ഉം ഈ 5ഉം ഇയാളും എങ്ങനെ വരിക? കാരണം ഇതിലൂടെ ഒരു കറണ്ടോ ഇതിലൂടെ ഒരു കറണ്ടോ. അപ്പോൾ ദാറ്റ് മീൻസ് ഇത് ഇയാൾ എങ്ങനെയാണ്? സീരീസ് ആണോ പാരലാണോ? പാരലാണ്. അപ്പോൾ ഈ 4 ഓം പിന്നെ ആരാണ്? R5 ഇവരെന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷനാണ്, ശരിയല്ലേ? കാരണം ഇയാളും പാരലൽ. അപ്പോൾ നമ്മൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? RC. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ്? രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായി കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? R1 R2 ഡിവൈഡിങ് ബൈ R1 + R2. ക്ലിയർ? ഇനി R1ന്റെ വാല്യൂ എത്രയാണ്? 4 ഇൻറ്റു R2ന്റെ വാല്യൂ നമുക്കറിയാം. ഇയാളെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റ്യൻ തന്നിട്ട് 2 ആണ്. 2 ഡിവൈഡിങ് ബൈ 4 + 2. അപ്പോൾ എത്ര കിട്ടുക? 4 × 2 8. 8/6. 8/6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 4/3 ഓം കിട്ടി. ക്ലിയർ? 4/3 ഓം. ഇനിയിപ്പോൾ ചിത്രം എത്രയേ ഉണ്ടാവുള്ളൂ? ഇതാണ് എ, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ? ഇത് രണ്ടാളും കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ കിട്ടി. ഇനി ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ശരിയല്ലേ? ഇതാണ് ഇ. അപ്പോൾ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്കറിയാം 2 ഓം ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ഓം. ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് കിട്ടി. എത്ര റിസൾട്ട് കിട്ടിയത്? 4/3 ഓം കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, അവർ മൂന്നാളും എങ്ങനെയാണ്? സീരീസ് ആണ്. കാരണം ഇങ്ങനെ പോകുന്ന കറണ്ട്, ഇങ്ങനെ പോയ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വരും. ദാറ്റ് മീൻസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും എന്താണ്? സെയിം ആണ്. അത് സെയിം ആയവർ മൂന്നാളും എങ്ങനെയാണ്? സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആകുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ അല്ലേ? അപ്പോൾ RAE = സീരീസ് ആണ്. 2 + 4/3 പ്ലസ് ആര് വരും? 2 വരും. അപ്പോൾ അത് എത്ര വരും? 2 + 2 4. 4 + 4/3 വരും, ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 3ൽ LCM എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും? 12. 12 + 4. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എത്ര കിട്ടും? 16/3 വരും ആൻസർ. 16/3 ഓം വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങൾ ചിത്രം വരച്ചിട്ട് നോക്കുക. കറണ്ട് പാസ് ചെയ്യുന്ന സെയിം ആണെങ്കിൽ സീരീസ് കണക്ഷൻ ആയിരിക്കും. കറണ്ട് പാസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണെങ്കിൽ പാരലൽ കണക്ഷൻ ആയിരിക്കും. പിന്നെ സോൾവ് ചെയ്ത് ഏത് 2 പോയിന്റ് ആണോ തന്നിട്ടുള്ളത് ആ പോയിന്റിലേക്ക് നിങ്ങൾ എത്തണം സോൾവ് ചെയ്തിട്ട്. അല്ലാണ്ട് അവിടുന്ന് ഒരിക്കലും പോകാൻ പാടില്ല. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. മൂന്ന് റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ ഷേപ്പിൽ 30 ഓം. ഈ പോയിന്റ് എ കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി. എന്നിട്ട് ഇതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ബാറ്ററിന്റെ പ്ലസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ടാണ് I. ചോദിച്ചിട്ടുള്ളത് I ആണ്. ഫൈൻ I. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻ I, കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. എന്താണ്? I = ഓംസ് ലോ പ്രകാരം V/R ആണ്. പക്ഷെ ഇവിടെ R ഇക്വലന്റ് കാണണം. കാരണം ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് R എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്?
മൂന്ന് റെസിസ്റ്റേഴ്സ്, മൂന്ന് റെസിസ്റ്റേഴ്സ് അപ്പോൾ അവിടെ കൂടി ചേർന്നിട്ടുള്ള റെസിസ്റ്റൻസ് ആവണം. അപ്പോൾ I = V/R equivalent. അപ്പോൾ നമുക്ക് ആദ്യം R equivalent കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ഈ R equivalent കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ ആദ്യം ഈ മൂന്ന് റെസിസ്റ്റേഴ്സ് സീരീസ് ആണോ നോക്കണം, അതേപോലെ തന്നെ പാരലൽ ആണോ നോക്കണം, ശരിയല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജംഗ്ഷനിൽ ഇപ്പോൾ എത്ര കറണ്ട് എത്തി, ഇവിടുന്ന് I എത്തിയില്ലേ, അപ്പോൾ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോലെ, I1 എന്നുള്ള കറണ്ട് ഇങ്ങോട്ടും പോയി, I2 എന്നുള്ള കറണ്ട് ഇങ്ങോട്ടും പോലെ. കാരണം ഈ I എന്നുള്ള കറണ്ട് ഇവിടെ എത്തിയാൽ സ്വാഭാവികമായിട്ടും കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോകും, കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോകും. ഇതാണ് I1, ഇതാണ് I2. അങ്ങനെ ഇപ്പോൾ സിയിൽ എത്ര കറണ്ട് എത്തി, മുകളിൽ നിന്ന് നേരെ I1 എത്തി, അതേ കറണ്ട് തന്നെ ഇതിലൂടെ പോവുക. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് I2 വരണുണ്ട്, അപ്പോൾ I2 മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരും, അപ്പോൾ ഇങ്ങോട്ടേക്ക് ആര് തന്നെ വരിക, I1 തന്നെയല്ലേ വരിക. അങ്ങനെയല്ലേ ഈ I1 I2 ചേർന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചിവിടെ I എന്നുള്ള കറണ്ട് കിട്ടുക. കാരണം നമ്മൾ കൊടുത്ത കറണ്ട് I ആണെങ്കിൽ തിരിച്ചിവിടെ I തന്നെ വരണ്ടേ, അപ്പോഴല്ല സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ A നമ്മുടെ ജംഗ്ഷനിൽ എത്തിയപ്പോൾ കുറച്ച് കറണ്ട് ഇങ്ങോട്ടേക്ക് പോയി I1, കുറച്ച് കറണ്ട് ഇങ്ങോട്ടേക്ക് പോയി I2. ആ I1 ഇവിടെ പോയി ഇവിടെ എത്തി, അതേ കറണ്ട് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇയാൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 30 എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്, സീരീസ് ആണ്. കാരണം സെയിം കറണ്ട്, ഇങ്ങനെ പോയ കറണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും സെയിം. അപ്പോൾ എന്ത് കണക്ഷൻ, സീരീസ് കണക്ഷൻ. അപ്പോൾ സീരീസ് ആകുമ്പോൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എന്ത് കണക്ഷൻ ആവും, സീരീസ് ആവും. സീരീസ് ആകുമ്പോൾ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും, 30 + 30 എത്ര കിട്ടും, 60 ഓം കിട്ടും അല്ലേ. അപ്പോൾ ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും, 60 ഓം വരും. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കി, ഈ 30യും 60യും സീരീസ് ആണോ പാരലൽ ആണോ? പാരലാണ്. കാരണം ഈ 30യിലൂടെ ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്, അടുത്ത കറണ്ട് ഇങ്ങനെ, രണ്ട് കറണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഡിഫറൻറ്റ്. അപ്പോൾ എന്ത് കണക്ഷൻ, പാരലൽ കണക്ഷൻ. അപ്പോൾ ആദ്യം 30 സീരീസ് 60 കിട്ടി, ഇനി 60 പാരലൽ. അപ്പോൾ എങ്ങനെ നമ്മൾ R equivalent കാണാം, R equivalent = R1 R2 ഡിവൈഡിങ് ബൈ R1 + R2. രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആവും. എത്രയാണ് വാല്യൂ, 30 × 60 ഡിവൈഡിങ് ബൈ 30 + 60. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് 30 × 60 ഡിവൈഡിങ് ബൈ 30 + 60 എത്ര വരും, 120 വരും അല്ലെ. 30 + 60 90 വരും. 30 + 60 90 വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, 0 0 ക്യാൻസൽ, ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 3 ടൈംസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഇത് 2 വരും, ഇത് 3 വരും, ശരിയല്ലേ? പിന്നെ 3യും ക്യാൻസൽ ആവും. എത്ര ടൈംസ് ആവും, 10 ടൈംസ് ആവും. അവസാന ആൻസർ എന്ത് കിട്ടും, 20 ഓം കിട്ടും, ശരിയല്ലേ? R equivalent നമുക്ക് എത്ര കിട്ടി, 20 ഓം കിട്ടി. പക്ഷെ നമ്മോട് ചോദിച്ചത് R equivalent നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ I = എത്ര വരാം, വോൾട്ടേജ് 2 വോൾട്ട്. അപ്പോൾ 2/20, സോ അല്ലേ, R equivalent 20 കിട്ടി. അപ്പോൾ 2/20 എത്ര കിട്ടും, 1/10 ആംപിയർ കിട്ടും, ശരിയല്ലേ? 1/10 ആംപിയർ. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് I ആണ്, കറണ്ട് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 10 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഇത് കൊടുക്കുന്ന കറണ്ടാണ് I.
ഒരുപാട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട അഗെയിൻ ഐ ആണ്. അപ്പോൾ ഐ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഓംസ് ലോ പ്രകാരം ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? ഐ ഈക്വൽ ടു വി ബൈ ആർ. വി നമുക്കറിയാം 10 വോൾട്ട് ആണ്. ആർ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആറിന് വരെ നമുക്കറിയാം ഇവിടെ ഒരുപാട് റെസിസ്റ്റേഴ്സ് വരുന്ന നമ്മൾ എന്ത് എടുക്കണം? ആർ ഈക്വലന്റ് എടുക്കണം. ആർ ഈക്വലന്റ്. അപ്പോൾ നമ്മൾ നോക്കുക ഈ 10ഉം 10ഉം അല്ല, ആദ്യം നമുക്കത് സോൾവ് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഇവിടെ സോൾവ് ചെയ്യും. ഈ 10ഉം 10ഉം എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ 10ഉം 10ഉം പാരലാണ് അല്ലേ? ഈ 10 ഓമും ഈ 10 ഓമും കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ. അപ്പോൾ ഒരു റിസൾട്ട് എന്ത് വരും? രണ്ട് റെസിസ്റ്റേഴ്സ് പാരലാകുമ്പോൾ 10 × 10 ഡിവൈഡിങ് ബൈ 10 + 10 അല്ലേ? 10 × 10 ഡിവൈഡിങ് ബൈ 10 + 10. അപ്പോൾ 100/20 5 കിട്ടും. അപ്പോൾ രണ്ടാളും കൂടി ചേർന്നിട്ട് 5 ഓം ആയി. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ഈ 10 ഓമും ഈ 10 ഓമും പാരലൽ. അപ്പോഴും 10 × 10 ഡിവൈഡിങ് ബൈ 10 + 10 ഇവരെന്ത് കിട്ടും? 5 കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ചിത്രം നമുക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം? ഈ ചിത്രം ഇവരൊക്കെ കൂടി ചേർന്നിട്ട് എത്ര റെസിസ്റ്ററായി? ഇവർ രണ്ടാളും കൂടി ചേർന്നിട്ട് ഒരു റെസിസ്റ്ററായി. അതേപോലെ തന്നെ ഈ രണ്ടാളും കൂടി ചേർന്നിട്ടും ഒരു റെസിസ്റ്ററായി. ഇയാളെ വാല്യൂ 5 ഓം, ഇയാളെ വാല്യൂ 5 ഓം. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കുക ഈ 5ഉം ഈ 5ഉം എങ്ങനെ കണക്ട് ചെയ്ത്? കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ടിനല്ല ഇതിലൂടെയും പാസ് ചെയ്യുക. അപ്പോൾ ഈ 5ഉം 5ഉം എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ്. ഈ 5ഉം 5ഉം സീരീസ്. അപ്പോൾ അവർ ചേർന്നിട്ട് ഒരു റെസിസ്റ്ററായി മാറും. അയാളെ ആൻസർ 10 കിട്ടും. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ചിത്രം. ഇനി നിങ്ങൾ നോക്കുക ഇവിടെ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും. ദാറ്റ് മീൻസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു എന്ത് കണക്ഷനാണ്? ഇയാളും ഇയാളും മൂന്നാളും എങ്ങനെയാണ് വരിക? പാരലാണ് വരിക. ശരിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 1/R ഇക്വലന്റ് കാണാം? 1/R ഇക്വലന്റ് ഇസ് ഈക്വൽ ടു ഇതെന്താണ് വരിക? 1/5 പ്ലസ് 1/10 പ്ലസ് 1/5 വരും. ശരിയല്ലേ? അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/R ഇക്വലന്റ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യുക? 10 LCM എടുത്തു കഴിഞ്ഞാൽ 10ൽ ഇത് എത്ര കിട്ടുക? 2 + 1 + 2 വരും. ശരിയല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5/10 5/10 എന്നാണ് എത്ര കിട്ടും? 1/2 അല്ലേ? 1/2. പക്ഷെ നമുക്ക് വേണ്ടത് R ഇക്വലന്റ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? R ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 2 ഓം. റെസിപ്രോക്കൽ എടുക്കണ്ടേ? 2 ഓം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V ഇസ് ഈക്വൽ ടു 10 ഡിവൈഡിങ് ബൈ എത്രയാണ്? R ഇക്വലന്റ് 2 കിട്ടും. അപ്പോൾ 10/2 എത്ര കിട്ടും? 5 ആംപിയർ കിട്ടും. ക്ലിയർ? സോ ദ കറണ്ട് ഈസ് 5 ആംപിയർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Six ohm. This is 3 ohm. 2 ohm. ഇവിടെ Y എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ohm 6 ohm. സോ ഇതാണ് എക്സ്, ഇത് എക്സ്, ഇത് വൈ ആണ്, സോറി സെഡ് ആണ്. എക്സ് സെഡ്, ഇത് വൈ ആണ്. സോ ദിസ് ഇസ് വൈ. അവിടുത്തെ കറണ്ട് വന്നിട്ടുണ്ട് 1/2 ആംപിയർ ആണ് അല്ലേ? അപ്പം ഇതിൽ എക്സും വൈയും സെഡും, എക്സും വൈയും സെഡും അമ്മീറ്റർ ആണ്. എക്സും വൈയും സെഡും അമ്മീറ്റേഴ്സ് അല്ലേ? അതിൽ ഈ അമ്മീറ്റർ കാണിക്കുന്ന റീഡിംഗ് ആണ് 1/2 ആംപിയർ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിലെ റീഡിങ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സെഡിലെ റീഡിങ്ങും കണ്ടുപിടിക്കണം.
എക്സിൽ എത്രയാണ് അമ്മീറ്റർ റീഡിങ് കാണിക്കുന്നത്, സെഡിൽ എത്രയാണ് അമ്മീറ്റർ റീഡിങ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആർ ഇക്വലന്റും കണ്ടുപിടിക്കണം, ടോട്ടൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആർ ഇക്വലന്റ് കണ്ടുപിടിക്കണം. ആർ ഇക്വലന്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, എക്സ് സെഡ് ഇതിലെ അമ്മീറ്ററിലെ റീഡിങ് കാണിക്കണം. ശരിയല്ലേ? ബാറ്ററിന്റെ വോൾട്ടേജ് അവർ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ആർ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? ആർ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഇയാളും കണക്ട് ചെയ്ത് എങ്ങനെയാണ്, കാരണം ഈ ബാറ്ററി എടുക്കുന്ന കറണ്ട് ഇവിടെ എത്തിയില്ലേ, ഈ ബാറ്ററി എടുക്കുന്ന കറണ്ട് ഇവിടെ എത്തി, ഈ കറണ്ട് സ്പ്ലിറ്റ് ആയി പോകും. ഇങ്ങോട്ടേക്ക് I1 കറണ്ട് പോകും, ഇങ്ങോട്ടേക്ക് എത്ര കറണ്ട് പോകും, I2 കറണ്ട് പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് കറണ്ട് കിട്ടി, I1 കിട്ടി, കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കിട്ടി, I2 കിട്ടി. കാരണം ഈ ബാറ്ററി കൊടുക്കുന്ന ടോട്ടൽ കറണ്ട് I ആണ്. ഇങ്ങോട്ടേക്ക് I1 പോയി, ഇങ്ങോട്ടേക്ക് ആരും പോയി, I2 പോയി. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ഇയാളും കണക്ട് ചെയ്ത് എങ്ങനെയാണ്, ഈ 6ഉം ഈ 3യും സീരീസോ പാരലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ റിസൾട്ട് എന്താ വരിക, 6 × 3 ഡിവൈഡിങ് ബൈ 6 + 3 വരും. ശരിയല്ലേ? 6 × 3 ഡിവൈഡിങ് ബൈ 6 + 3. അപ്പോൾ എത്ര കിട്ടുക, ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു R 18 18/9 എത്ര കിട്ടും, 2 Ω കിട്ടും. ഇനി ഈ 2 Ω ഈ 2 Ω കാരണം ഇവർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇയാളും സീരീസ് കണക്ഷൻ ആണ്, അപ്പോൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി 2 കിട്ടി, 2 + 2 എത്ര കിട്ടും, 4 കിട്ടും. അപ്പോൾ ആർ ഇക്വലന്റ് 4 Ω കിട്ടി. ക്ലിയർ? ആർ ഇക്വലന്റ് 4 Ω. കാരണം എന്താ വെച്ചാൽ 6ഉം 3യും പാരലൽ, ഇയാളും സീരീസ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആർ ഇക്വലന്റ് അയച്ചത് നമുക്ക് എന്ത് ചെയ്യാം, 4 Ω കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ആർ ഇക്വലന്റ് 4 Ω കിട്ടി. ശരിയല്ലേ? ഇനി നമുക്കറിയാം ഇയാളും കണക്ട്, ഈ 6ഉം 3യും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്, 6 Ωഉം 3 Ωഉം കണക്ട് ചെയ്തിട്ടുള്ളത് പാരലല്ലേ. 6 Ωഉം 3 Ωഉം കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആവുമ്പോൾ എന്താണ് പ്രത്യേകത, പാരലൽ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവർക്കിടയിൽ ആര് സെയിം ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ശരിയല്ലേ? രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ, കറണ്ട് ഡിഫറൻറ്റ്, ആര് സെയിം ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ശരിയല്ലേ? വോൾട്ടേജ് സെയിം. ആ വോൾട്ടേജ് സെയിം ആവണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്താണ്, ഇവിടുത്തെ കറണ്ട് I1, ഈ റെസിസ്റ്റൻസ് എന്നിട്ട് എത്രയാണ്, ആറും അതേപോലെ തന്നെ 1.2 ആംപിയർ അല്ല. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്, I1ന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, I1 തന്നിട്ട് എത്രയാണ്, 1/2 ആംപിയർ. ശരിയല്ലേ? അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്രയാണ് വരിക, V = I1 R1 അല്ലേ? ഇവിടുത്തെ കറണ്ട് എത്രയാണ്, കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1/2 ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്, 6. അപ്പോൾ എത്ര കിട്ടി, 6/2 3 വോൾട്ട് കിട്ടി. അപ്പോൾ ഇതിന് ഈ 6 വോൾട്ടിന്റെ ഇടയ്ക്കുള്ളത് എത്ര കിട്ടി, ഈ 6 ഓമിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് നമുക്ക് 3 വോൾട്ട് കിട്ടി. അതേ വോൾട്ടേജാണ് ഇവിടെയും വരിക. കാരണം എന്തുകൊണ്ടാണ്, കാരണം രണ്ടിന്റെ ഇടയ്ക്കുള്ള എന്ത് സെയിം ആണ്, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് 3 Ω എത്ര തന്നെ കിട്ടുക, 6 വോൾട്ട് തന്നെ കിട്ടുക. വോൾട്ടേജ് അക്രോസ് 3 Ω എത്ര തന്നെ കിട്ടുക, 6 വോൾട്ട് ആണ്. കാരണം രണ്ടും പാരലാണ്. അപ്പോൾ ഇനി കറണ്ട് കണ്ടുപിടിക്കണം, I2 ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് I2 ഈസ് നത്തിങ് ബട്ട് ഈക്വൽ, ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി, V/R. V എത്ര തന്നെയാണ്, ഇവിടുത്തെ 6 വോൾട്ട് ആണെങ്കിൽ മുകളിൽ 3 വോൾട്ട് ആണ് അല്ലേ, 3 വോൾട്ട്. അപ്പം മുകളിൽ 3 വോൾട്ട് ആണെങ്കിൽ താഴെ എത്ര തന്നെ കിട്ടുക, 3 വോൾട്ട് ആണ് കിട്ടുക. അപ്പോൾ V/R 3 എത്ര കിട്ടും, റെസിസ്റ്റൻസ് 3 Ω ആണ്. ശരിയല്ലേ? റെസിസ്റ്റൻസ് 3 Ω. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്ര കിട്ടി, 1 ആംപിയർ കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് എത്ര കിട്ടി, Z കാണിക്കുന്ന കറണ്ട് 1 ആംപിയർ കിട്ടി. ക്ലിയർ? അപ്പോൾ സിമ്പിളാണ്. ആദ്യം 6ഉം 3യും പാരലൽ, ഇയാളും സീരീസ്, R = 4 Ω. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അമ്മീറ്ററിലെ റീഡിങ് 1/2 ആംപിയർ ആണ്. ഈ അമ്മീറ്ററിലെ റീഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് കാണാൻ എന്ത് ചെയ്താൽ മതി, കറണ്ട് നമുക്കറിയാം 1/2 റെസിസ്റ്റൻസ് R. അപ്പോൾ എന്ത് ചെയ്താൽ മതി, V = IR. 1/2 × 6 3 വോൾട്ട് കിട്ടി. അപ്പോൾ ഇയാൾ അതേ വോൾട്ടേജ് തന്നെയാണ് താഴെയും വരിക, കാരണം രണ്ടാളും പാരലാണ്. അപ്പോൾ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 1 ആംപിയർ കിട്ടി. ഇനി നമുക്ക് ഈ X അല്ലേ ചോദിച്ചത്, അപ്പോൾ X ടോട്ടൽ കറണ്ട് ആയിരിക്കും. അപ്പോൾ X കാണാൻ എന്ത് ചെയ്താൽ മതി, X നമ്മൾ അമ്മീറ്ററിലെ കറണ്ട് കാണാൻ I1 + I2 ചെയ്താൽ മതി. ശരിയല്ലേ? I1 എത്ര കിട്ടിയത്, I1 ഓൾറെഡി 1/2 പ്ലസ് 1ഉം കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 + 2 3/2 ആംപിയർ കിട്ടും. അപ്പോൾ ടോട്ടൽ കറണ്ട് എത്ര കിട്ടും, 3/2 ആംപിയർ. ക്ലിയർ?
ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇത് 5 ohm ആണ്. ഞാൻ ഓം എഴുതുന്നില്ല. ഇത് 3 ohm, 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 ഇത് 3 ohm. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RAB ആണ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് തന്നിട്ടുള്ള ചിത്രം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഞാൻ പറഞ്ഞു ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ട് പോരുത്. നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് ഇതിലേക്ക് എത്തണം, ഈ എൻ്റെയും ബിൻ്റെയും ഇടയിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് സോൾവ് ചെയ്ത് ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് സോൾവ് ചെയ്ത് അങ്ങോട്ട് പോകാം. അല്ലാതെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമുക്കിത് എവിടെയും എൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ മുകളിൽ നിന്ന് സോൾവ് ചെയ്ത് ഇവിടെ എത്തുക, ഇവിടുന്ന് സോൾവ് ചെയ്ത് അവിടെ എത്തുക. ക്ലിയർ? അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ എൻ്റെയും ബിൻ്റെയും ഇടയ്ക്ക് ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ബാറ്ററി ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലൂടെ ഒരു കറണ്ട് പോലെ അതേ കറണ്ട് തന്നെ ഇതിലൂടെയും പോവുക. ദാറ്റ് മീൻസ് ആ ബാറ്ററി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇവിടെ എത്തി, ആ കറണ്ട് കുറച്ച് കറണ്ട് ഇതിലൂടെ പോകും, അതേ കറണ്ട് തന്നെ ഇതിലൂടെയും പോവുക. അപ്പോൾ ഈ 3യിലൂടെയും 3യിലും ഈ 3യും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? സെയിം ആയിരിക്കും. കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ട് അല്ല ഇതിലൂടെയും പോവുക. അപ്പോൾ 3 + 3 6. അപ്പോൾ ഒരു സീരീസ് ആയതുകൊണ്ട് വരെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 6 വരും. ക്ലിയർ? ഇനി ഈ 6ഉം 3യും, അപ്പോൾ ഈ 3യും 3യും സോൾവ് ചെയ്തു 6 ആയി. ഇനി 6ഉം 3യും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇവർ രണ്ടാളും കൂടി ചേർന്നിട്ട് ഒറ്റ റെസിസ്റ്റൻസ് ആയി മാറി അല്ലേ? അപ്പോൾ 6ഉം 3യും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ. അപ്പോൾ അവർ എഫക്റ്റീവ് എങ്ങനെയാണ്? 6 × 3 ഡിവൈഡിങ് ബൈ 6 + 3. അപ്പോൾ 18 എത്ര കിട്ടുക? 9. 18/9 എത്ര കിട്ടും? 2 ohm കിട്ടും. അപ്പോൾ കൂടി സോൾവ് ചെയ്ത ആൻസർ എത്രയായി? ഇവരെല്ലാവരും കൂടി സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇയാൾ 2 ohm ആയി മാറി. ക്ലിയർ? ഇനി ഈ 2ഉം ഈ 3യും, കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ടാണ് ഇതിലൂടെയും പാസ് ചെയ്യുക. അപ്പോൾ 2ഉം 3യും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആകുമ്പോൾ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 5 കിട്ടും. ശരിയല്ലേ? ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് 5 ആയി. മനസ്സിലായിട്ടുണ്ടോ? ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്തു. ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വരണം, കാരണം നമ്മൾ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. കാര്യം എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ താഴെ നിന്ന് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ 3യും കണക്ട് ചെയ്ത് എങ്ങനെയാണ്? ഇതിലൂടെ പാസ് ചെയ്യുന്ന അതേ കറണ്ടിൻ്റെ ഇതിലൂടെയും. അപ്പോൾ 3യും സീരീസ്. അപ്പോൾ ഒരു റിസൾട്ട് എത്ര വരും? ഒരു റിസൾട്ട് 6 വരും. ശരിയല്ലേ? ഇനി ഈ 6ഉം 3യും പാരലൽ. അപ്പോൾ എന്ത് കിട്ടും? 6 × 3 ഡിവൈഡിങ് ബൈ 6 + 3 എന്ത് കിട്ടും? 2 കിട്ടും. ക്ലിയർ? ഇത് സോൾവ് ചെയ്ത് 2 ആയി. ഇനി ഈ 2ഉം 3യും ഇതിലൂടെ പോകുന്ന അതേ കറണ്ടിന് ഇതിലൂടെയും പോകും. അപ്പോൾ 2ഉം 3യും സീരീസ്. അപ്പോൾ എഗെയിൻ എത്ര കിട്ടി? 5 കിട്ടി അല്ലേ? ഇനിയിപ്പോൾ നോക്കുക, ഈ ചിത്രം ഇത്രയേ ഉള്ളൂ. അപ്പോൾ RAB ആണെന്ന് പറഞ്ഞാൽ ഇയാളും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ. അപ്പോൾ എങ്ങനെയാണ്? 1/R== 1/5 + 1/5 + 1/5. സോ ദിസ് ഈസ് 3/5. പക്ഷെ നമുക്ക് വേണ്ടത് R= ആണ്. സോ R= എന്ത് കിട്ടും? 5/3 ohm കിട്ടും. ക്ലിയർ? ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ സെൽസുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സെൽ ഓഫ് EMF 2 volt, internal resistance 0.1 ohm, connected to 3.9 ohm external resistance. What will be the potential difference across the terminals of the cell? അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആദ്യം നോക്കാം. എന്താണ് തന്നിട്ടുള്ളത്? EMF വന്നിട്ടുണ്ട് E = 2 volt അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R വന്നിട്ടുണ്ട് 0.1 ohm. ശരിയല്ലേ? ഇനി കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ R വന്നിട്ടുണ്ട് 3.9 ohm അല്ലേ? V ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? മീൻസ് നമുക്ക് ഓൾറെഡി എന്തായാലും I കണ്ടുപിടിക്കണം അല്ലേ? കാരണം V കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? V = E - IR ആണ് അല്ലേ? V = E - IR. ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് R തന്നിട്ട്, പക്ഷെ നമുക്ക് എന്താണ്? I കണ്ടുപിടിക്കണം. അപ്പോൾ I കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്?
I ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ. I ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ. കാരണം ഇ എന്നാണ് നിങ്ങൾ കൊടുത്ത ഇ എം എഫ്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും ആർ പ്ലസ് ആർ ആയിരിക്കും, കാരണം രണ്ടും സീരീസ് ആയിരിക്കും. അപ്പോൾ ഇന്റെ വാല്യൂ 2 ഡിവൈഡിങ് ബൈ ആർ എത്രയാണ്? 3.9 പ്ലസ് സ്മോൾ ലെറ്റർ ആർ എത്രയാണ്? 0.1 അല്ലേ? അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 2/4 വരും, 1/2 ആംപിയർ കിട്ടും. ശരിയല്ലേ? 1/2 ആംപിയർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഇ 2 മൈനസ് ഐ എത്രയാണ്? 1/2. ഐ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ എത്രയാണ്? സ്മോൾ ലെറ്റർ ആർ 0.1 അല്ലേ? 0.1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 0.1/2 അല്ലേ? അപ്പോൾ നമ്മൾ 0.1/2. അപ്പോൾ അത് 0.05. അപ്പോൾ 2 മൈനസ് 0.05 അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 0.05. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1.95 വോൾട്ട് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മളെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി 1.95 വോൾട്ട്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഒരു സെല്ലിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ബാറ്ററി ഓഫ് ഇ എം എഫ് E internal resistance small letter r gives a current 0.5 ampere with external resistance 12 ohm and a current of 0.25 ampere with an external resistance 25 ohm. Calculate small letter r and e. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളതിൽ ആകെ ഒരൊറ്റ സെല്ലേ ഉള്ളൂ. നിങ്ങളതിൽ ഒരൊറ്റ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഉണ്ട്. അയാളെ ഇ എം എഫ് ഇയും ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആറും ആണ്. ശരിയല്ലേ? അത് നിങ്ങൾ രണ്ട് കണക്ഷനാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഈ സെല്ല് എന്ത് ചെയ്തു? ഒരു 12 ഓമുമായിട്ട് കണക്ട് ചെയ്തു. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 12 ഓമുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായ കറണ്ടാണ് 0.5 ആംപിയർ. ക്ലിയർ? നിങ്ങളെ ബാറ്ററിയുടെ ഇ എം എഫ് ഇ, ഇന്റേണൽ റെസിസ്റ്റൻസ് 6. അത് നിങ്ങൾ ആദ്യം ഒരു 12 ഓമുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ കറണ്ടാണ് 0.5 ആംപിയർ. ഇനി ഇതേ ബാറ്ററിയും അതേ ഇന്റേണൽ റെസിസ്റ്റൻസും ഒരു 25 ഓമുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഉണ്ടായ കറണ്ടാണ് 0.25 ആംപിയർ. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കറണ്ടിന്റെ ഫോർമുല എന്താണ്? ജനറൽ ഫോർമുല I is equal to E by R plus R. I is equal to E by R plus R. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഇക്വേഷൻ എന്താ? ആദ്യം എത്ര കറണ്ട്? ആദ്യം കറണ്ട് 0.5 ആണ്. അപ്പോൾ 0.5 ബേസിക്കലി ഇ നമുക്കറിയില്ല. ഇ ഡിവൈഡിങ് ബൈ ക്യാപിറ്റൽ ആർ ഫസ്റ്റ് കേസിൽ എത്രയാണ്? 12 പ്ലസ് സ്മോൾ ലെറ്റർ ആറും നമുക്കറിയില്ല. ശരിയല്ലേ? രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസിൽ ഇയും ആറോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് നമുക്ക് 0.5 വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 12 ഇൻറ്റു 1/2 എഴുതിയാലും കിട്ടും അല്ലേ? അപ്പോൾ 12 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 6 വരില്ലേ? അപ്പോൾ 6 പ്ലസ് 0.5 r അല്ലേ? ഈക്വൽ ടു ഇ വരും. ഇക്വേഷൻ 1. ക്ലിയർ ആണോ? കാരണം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 1/2. അപ്പോൾ 6 വരും, പിന്നെ 0.5 r. ഇക്വേഷൻ 1. ഇനി ഇത് ഫസ്റ്റ്. ഇനി സെക്കൻഡ് കേസിൽ ഇതേപോലെ എന്ത് സംഭവിക്കും? അടുത്ത കേസിൽ എത്രയാണ് കറണ്ട്? 0.25 ആണ്. സെയിം ബാറ്ററി തന്നെ. അപ്പോൾ 0.25 ഇസ് ഈക്വൽ ഇ ഡിവൈഡിങ് ബൈ എത്രയാണ് റെസിസ്റ്റൻസ്? 25 അല്ലേ? പ്ലസ് സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 25 ഇൻറ്റു 25 625 2 പോയിന്റ് വരും. അപ്പോൾ 6.25 അല്ലേ?
പ്ലസ് 0.25 ആർ ഈക്വൽ ടു ഇ. ഇക്വേഷൻ 2. രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ക്ലിയർ. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി എന്ത് ചെയ്താൽ മതി? കാരണം ഇയും കണ്ടുപിടിക്കണം ആറും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 2 - 1 ചെയ്യാം. 2 - 1. അപ്പോൾ 2 - 1 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 6.25 - 6. അപ്പോൾ 0.25 അല്ലേ? 0.25. ഇനി എത്ര വരും? 6.25 - 6. പിന്നെ 0.25 ആർ മൈനസ് 0. അപ്പോൾ അത് മൈനസ് 0.25 ആർ അല്ലേ? ഈക്വൽ ടു എന്ത് വരും? ഇ മൈനസ് ഇ 0 വരും. ഇ മൈനസ് ഇ 0 വരും. ക്ലിയർ. അപ്പോൾ എന്ത് കിട്ടും? 0.25 ഈക്വൽ ടു 0.25 ആർ. സോ ആർ ഇസ് ഈക്വൽ ടു 0.25 ബൈ 0.25 1 ഓം കിട്ടും. അപ്പോൾ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. എത്രയാണ്? 1 ഓം. ക്ലിയർ. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കാരണം അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 0.5 ഈക്വൽ ടു ഇ ഡിവൈഡിങ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 12 പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് 1 കിട്ടി. ഇ അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇ ഈസ് ഈക്വൽ എന്ത് വരും? ഇത് അഗെയിൻ 6 പ്ലസ് 0.5 വരും അല്ലേ? കാരണം 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 6 വരും. പിന്നെ 1 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 ഇൻറ്റു 1/2 1/2 തന്നെ അല്ലേ? അപ്പോൾ അവസാന ആൻസർ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു 6.5 വോൾട്ടും കിട്ടി. ഇ എം എഫ് 6.5 വോൾട്ടും കിട്ടി. ക്ലിയർ.